ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഉദംപൂരിൽ നിന്ന് വന്നിട്ട് ആദ്യം എൻ്റെ വീട്ടിലേക്കാട്ടോ പോയത്. അപ്പോൾ നമ്മൾ അവിടെ ഒരു ദിവസം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞാൻ പിറ്റേ ദിവസം വരാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നടന്നില്ല കേട്ടോ. എന്താന്ന് വെച്ചാൽ എനിക്ക് നല്ലൊരു പണി കിട്ടി. കാരണം നമ്മുടെ വീട്ടിലത്തെ എൻ്റെ വീട്ടിൽ വെള്ളം കിട്ടണില്ല. ബോറിൽ എന്താ പ്രശ്നം എന്ന് വെച്ചെങ്കിൽ വോൾട്ടേജ് ഇല്ലാത്തത് തന്നെയാണ്. അപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര പാടല്ലേ. അവിടെ എല്ലാവരും ആകുമ്പോൾ വെള്ളം ഇല്ലാത്തൊരു പ്രശ്നമാണ്. എനിക്കാണെങ്കിൽ ഒത്തിരി തുണിയൊക്കെ അലക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ രാവിലെ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഉച്ച വരെ നമുക്ക് വെള്ളം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഉച്ചയാകുമ്പോൾ ഹസ്ബൻഡ് വന്നിട്ട് പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പോയിട്ട് നനച്ചിട്ടൊക്കെ വരാമെന്ന്. അങ്ങനെ വന്നതാണ്. ഇപ്പം എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു വർഷമായിട്ട് പൂട്ടിയിട്ട വീടാട്ടോ നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഞാനതൊക്കെ ആദ്യം ഒന്ന് നോക്കിയിട്ടോ. എനിക്കാണെങ്കിൽ ക്ഷീണം വന്നിട്ട് കണ്ടിട്ട് തന്നെ ക്ഷീണം വന്നു. കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും നല്ല രസമുണ്ട് എന്ന് തോന്നും. പക്ഷെ മുകളിൽ മൊത്തം വണ്ണാമ്പലയാണ്. നിറയെ കിടക്കുന്നുണ്ട് കേട്ടോ വണ്ണാമ്പല. ഇനിയിപ്പോൾ അതൊക്കെ വൃത്തിയാക്കണം. ആദ്യം ഞാൻ നിങ്ങൾക്ക് ഒന്ന് താഴത്തെ റൂമും കിച്ചണും ഒക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെയാണ് ഇരിക്കണത്. ഇനിയിപ്പോൾ ഇതിനെ ഒന്ന് നമ്മൾ വൃത്തിയാക്കി ഒന്ന് കുട്ടപ്പനാക്കി എടുക്കണം. അപ്പോൾ ഇന്ന് തന്നെ നടക്കുമൊന്നുമില്ല. കാരണം ഇന്നിപ്പോൾ 1:30 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എത്ര വിലം പിടിച്ച് ചെയ്താലും ഇത് ഇന്ന് വൈകുന്നേരത്തേക്കൊന്നും കഴിയത്തില്ല. എന്നാൽ കഴിയുന്നത്ര ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ വെള്ളം അടിക്കുന്ന ഒരു കുട്ടിയുണ്ട്. അവളും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവളും ഞാനും കൂടിയിട്ടാണ് പണി ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ ആദ്യം നമ്മളെ തുണിയൊക്കെ ഞാൻ സർപ്പിൽ കുറച്ച് സമയം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ആദ്യം ഒന്ന് അലക്കിയിട്ട് വിരിച്ചിടും. തരുന്ന സമയത്ത് ഇട്ട ഡ്രസ്സാണ്. അപ്പോൾ ഇത് ഇനിയും വെച്ചാൽ ഒരുപാടാവില്ല വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചത് ഫസ്റ്റ് ഒന്ന് അലക്കിയിടാം. നമുക്ക് ജസ്റ്റ് മണ്ണൊന്നുമില്ല, ജസ്റ്റ് സർപ്പിലിട്ടിട്ട് ഒന്ന് മുക്കിയിട്ടാൽ മതി. അപ്പോൾ അത് പെട്ടെന്നാവുമല്ലോ. പിന്നെ നമുക്ക് അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് ഈ പരിപാടിക്ക് വരുമ്പോഴത്തേക്കും മടി വരും. അപ്പോൾ ആദ്യം തന്നെ ഇത് ചെയ്തിട്ട് അടുത്ത പണി തുടങ്ങാമെന്നുള്ള ഒരു പ്ലാനിലൊക്കെയാണ് ഞാൻ ഇരിക്കണത്. എവിടെ എത്തുന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. കാരണം എനിക്കാണെങ്കിൽ വന്ന ക്ഷീണത്തിൽ ഭയങ്കര കാലും കൈയും ഒക്കെ വേദന. ഇങ്ങനെ ട്രെയിനിലൊക്കെ കുറേ ഇരുന്നിട്ടാന്ന് തോന്നുന്നു. ഒട്ടും വയ്യ. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ രാവിലെ വരാതിരുന്നത്, എനിക്ക് മടി പിടിച്ചിട്ട്. പിന്നെ ഇവിടെ വന്നാൽ നമുക്കിതൊക്കെ കാണുമ്പോൾ ഒന്നും ചെയ്യാതിരിക്കാനും പറ്റില്ല. അങ്ങനത്തെ ഒരവസ്ഥയാണ്. നമ്മളെ വീട് കാണുമ്പോൾ നമുക്ക് വൃത്തിയാക്കണം എന്നൊക്കെ തോന്നില്ലേ. അതുകൊണ്ടാണ് ഒന്നാമത് ഞാൻ ഇങ്ങോട്ട് വരാതിരുന്നത്. പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നി തുണി അലക്കാൻ വേണ്ടിയിട്ട് വന്ന ആളാണ്. ഇനിയിപ്പോൾ എന്തായാലും പണി ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരാളുണ്ട് പണിക്കേൻ്റെ കൂടെ. അപ്പോൾ കുഴപ്പമില്ല. അങ്ങനെ അവളും ഞാനും കൂടി കഴിയുന്നത്ര ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കണതാണ്. ആദ്യം ഞാൻ തുണിയൊക്കെ ഒന്ന് ഒലുമ്പിയിട്ട് വിരിച്ചിടാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലീനിങ് പരിപാടി തുടങ്ങാം. അങ്ങനെ എൻ്റെ തുണിയൊക്കെ തലക്കി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് തന്നെ ആ വെള്ളത്തിലേക്ക് തന്നെ കുറച്ച് സർപ്പും കൂടി ഇട്ടിട്ട് നമ്മളെ പുതപ്പൊക്കെ എൻ്റെ കുറച്ചൊക്കെ എൻ്റെ വീട്ടിലായിട്ടുള്ളത്. പിന്നെ ഞാൻ കുറേ എണ്ണം പെട്ടിയിൽ അടച്ചു വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അതൊന്നും ഇപ്പോൾ എടുക്കുന്നില്ല. എല്ലാം കൂടി ആകുമ്പോൾ എനിക്ക് പാടായിരിക്കും. അപ്പോൾ കുറച്ച് മാത്രം ഞാൻ 2 പെട്ടെന്ന് നമ്മളെ സർപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കൊന്ന് ഒലിമ്പിയിടാമല്ലോ. അങ്ങനെ അതൊക്കെ ഇട്ട് വെച്ചിട്ട് ഞാൻ അലക്കി തുണിയൊക്കെ പുറത്ത് വിരിച്ചിടാൻ വേണ്ടിയിട്ട് പോവുകയാണേ. അങ്ങനെ ഞാൻ അലക്കി എല്ലാ തുണിയും വിരിച്ചിട്ടിട്ട് നമ്മൾ ഉള്ളിൽ ആദ്യം ഒന്ന് വൃത്തിയാക്കാൻ. എൻ്റെ മിറ്റമൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ സങ്കടം വരുന്നു. ഇനി ഇതൊക്കെ വൃത്തിയാക്കാനുള്ളതാണ്. അങ്ങനെ നമ്മളിത് ആദ്യം ഉള്ളിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. ചൂട് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ചൂടാണ്. എനിക്കൊന്നും തിരിയുന്നില്ല കേട്ടോ. അത്രക്കും ചൂടാണ്. എനിക്ക് തുണിയൊന്നും മൂക്കിൽ കെട്ടിയിട്ട് ടവല് ഒന്നും കെട്ടിയിട്ട് തുടക്കാനും പൊടി തട്ടാനും ഒന്നും പറ്റുന്നില്ല. കുറച്ച് നേരം ഞാൻ കെട്ടിയിട്ട് പിന്നെ അഴിച്ച് ചാടിയിട്ടോ. എനിക്ക് ഒട്ടും പറ്റാത്തതുകൊണ്ടാണ്. ഭയങ്കര ചൂടാണ്. എൻ്റെ അമ്മോ, അവിടെ നിന്ന് ഇവിടെ വന്നിട്ടാണെന്നൊന്നും എനിക്കറിയില്ല. എനിക്കിപ്പോൾ അല്ലാത്ത ചൂടാണ്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്താ ചെയ്യലെന്നൊന്നും ഒരു പിടിയില്ല കേട്ടോ. ഇത്രയും ചൂട് എനിക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. ഈ വർഷം ഭയങ്കര ചൂടാണ്. പിന്നെ ഞാൻ വരുമ്പോൾ എൻ്റെ കൂടെ മിന്നൂട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മിന്നൂട്ടി ഇങ്ങനെ കളിക്കുന്നുണ്ട്. പൂജയാണെങ്കിൽ വന്നിട്ടില്ല, അവൾ വരുന്നില്ല പറഞ്ഞു. പിന്നെ രണ്ടുപേരും കൂടി ആകുമ്പോൾ ഒരു അടി കൂടേണ്ട വിചാരിച്ചിട്ട് ഞാൻ ഒരാളെ വലിയ നിർബന്ധിച്ചില്ല അവൾ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ.
അങ്ങനെ ഞാനും മിന്നൂട്ടി കേട്ടോ വന്നിട്ടുള്ളത്. അവൾ എവിടെ കളിക്കുന്നുണ്ട്. പിന്നെ അവളെ കൊണ്ട് പണിയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. വേറൊരാളെന്ന് പറഞ്ഞത് ഇപ്പോൾ ഇടയ്ക്ക് കണ്ടില്ല, അവളാണ് കേട്ടോ ഹെൽപ്പ് ചെയ്യാൻ വന്നവൾ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ഇപ്പോൾ ക്ലീനിങ് തുടങ്ങിയിട്ടുള്ളത്. വാതിലിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് മണ്ണട്ട ഉണ്ടാവുന്നില്ലേ, മണ്ണട്ടയാണോ അതിനെ പറയലേ, ആണെന്ന് തോന്നുന്നു. മണ്ണിങ്ങനെ പിടിച്ചിട്ട് അതൊക്കെ ഇങ്ങനെ കത്തിയൊക്കെ വെച്ചിട്ട് ഇളക്കിയെടുത്തിട്ടാണ് ഞാൻ വൃത്തിയാക്കുന്നത്. പിന്നെ തുണി വെച്ചിട്ട് ഒരുപാട് ചെണ്ടാക്കിയില്ല കേട്ടോ, ഒന്ന് പിരിഞ്ഞെടുത്തിട്ട് ഒന്ന് തുടച്ചെടുത്തു. ഒന്നാമത് വണ്ണാമ്പലയൊക്കെ അതിനകത്ത് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇളകണമെങ്കിൽ നമ്മൾ ഇതുപോലെ തുടച്ചെടുത്തില്ലെങ്കിൽ പറ്റൂല. ജസ്റ്റ് അടിക്കുമ്പോൾ നമ്മുടെ പൊടി മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ. അങ്ങനെ നന്നായിട്ട് തുടച്ചു എടുത്തിട്ടുണ്ട് നമ്മളെ വാതിലൊക്കെ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അതുപോലെ തന്നെ ഹൈപ്പും കൂടി ചെയ്തേക്കണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ കൂടെ കൂടിക്കോ കേട്ടോ. അങ്ങനെ നമ്മളെ ഹാളിലത്തെ ഒരുവിധം പൊടി തട്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലാ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. ഒന്നാമത് എൻ്റെ ഫോണിൽ അധികം സ്റ്റോറേജ് ഒന്നും ഇല്ല. അപ്പോൾ കുറച്ച് മാത്രമേ എടുത്തുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പൊടി തട്ടലും പിന്നെ തുടക്കലും വാതിലും ജനലും എല്ലാം വണ്ണാമ്പലയൊക്കെ നന്നായിട്ട് തുണി വെച്ച് തുടച്ചെടുത്ത് അതിന് ശേഷം നമ്മൾ അടിയിൽ വെള്ളം ഒഴിച്ചിട്ടാട്ടോ കഴുകുന്നത്. എൻ്റെ വൈപ്പർ കൊണ്ട് വലിച്ച് നമ്മുടെ എല്ലാ പൊടിയും നല്ല വൃത്തിയാവും. എന്തായാലും നമ്മളിങ്ങനെ നാട്ടിൽ വന്നപ്പോൾ എപ്പോഴും ചെയ്യാറുണ്ട്. അപ്പോൾ നല്ല വൃത്തിയാവത്തുള്ളൂ. എത്ര അടിച്ച് തുടച്ചാലും നമ്മൾ ആ പൊടിയൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഡീപ്പ് ക്ലീനിങ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഇനിയും ഒത്തിരി ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം പതുക്കെ ചെയ്യാം. നമ്മളൊന്ന് മുകളിലെ വണ്ണാമ്പലിയും നമ്മുടെ കസേരയും ടേബിളും ജനലിൻ്റെയും ഒക്കെ വാതിലിൻ്റെ ഒക്കെ പൊടി തട്ടി തുടച്ചെടുത്ത് അടിയിൽ വെള്ളം ഒഴിച്ച് ഇപ്പോൾ കഴുകുന്നു. പിന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇനി ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട്. അതൊക്കെ പതിയെ ചെയ്യാം. നമ്മളിനിയിപ്പോൾ ഇവിടെ ഒന്ന് സെറ്റായി വരണമല്ലോ. അപ്പോൾ ഒരുപാട് ജോലികളുണ്ട്. അതൊക്കെ പതുക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഹാളിലൊക്കെ വെള്ളം ഒഴിച്ച് കുറച്ച് സർപ്പ് ഇട്ടിട്ട് കേട്ടോ നന്നായിട്ട് തേച്ച് കഴുകുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് അടുത്ത റൂമിലേക്കാണ്. ഓരോരോ സ്ഥലത്ത് ക്ലിയർ കിട്ടുന്നില്ല കേട്ടോ, ക്ലാരിറ്റി കുറവുണ്ട്. അപ്പം നിങ്ങൾ ക്ഷമിക്കുക. എന്തോ ലൈറ്റിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. 2 ലൈറ്റ് ഇല്ലത് 1 ലൈറ്റേ കത്തുന്നു. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആകുമ്പോൾ റൂമിൽ ലൈറ്റ് ഇല്ലാത്ത പോലെ തോന്നുന്നു. ഈ റൂമൊക്കെ അല്ലേ വൃത്തിയാക്കാൻ ഞാൻ എൻ്റെ അമ്മോ എന്തോരം പാടുപെട്ടെന്ന് അറിയോ. അത്രക്കും വണ്ണാമ്പലിയും പൊടിയൊക്കെ ആയിരുന്നു. പെട്ടുപോയി ഞാൻ. എനിക്കാണെങ്കിൽ ഈ മൂക്കിന് ടവൽ അധികം കെട്ടാൻ പറ്റുന്നില്ല. ചൂടെടുത്തിട്ട് മറുക്കം വരുന്നു. അപ്പോൾ കുറച്ച് കെട്ടും ഞാൻ അയച്ചു ചാടും. ഇങ്ങനെയൊക്കെ ചെയ്ത് എങ്ങനെയൊക്കെയോ ഞാൻ ഒരുവിധം ഈ റൂം വൃത്തിയാക്കി എടുത്താൽ കേട്ടോ. കാരണം നമ്മൾ വൃത്തിയാക്കുമ്പോൾ മൊത്തമായിട്ട് വൃത്തിയാക്കണ്ടേ. അപ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ക്ഷീണം പിടിക്കും. ഞാനാണെങ്കിൽ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഒരുവിധമായിട്ടുണ്ടായിരുന്നു. ഈ ഫാനൊക്കെ ആണെങ്കിൽ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ സാധനം ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അതിനുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ തട്ടിയെടുക്കുമ്പോൾ എല്ലാ പൊടിയും നല്ലതുപോലെ വരുന്നുണ്ട്. പിന്നെ ഞാൻ കർട്ടനൊക്കെ മാറ്റി വെച്ചിട്ടു. അതൊക്കെ ഒന്ന് അലക്കണം. ഈ കർട്ടനൊന്നും ഞാൻ പോകുന്ന സമയത്ത് ഊരി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന് വണ്ണാമ്പലിയും ഉണ്ട് പിന്നെ പൊടിയും ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് അലക്കാതെ യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇന്ന് അലക്കാൻ സമയം കിട്ടുമെന്നൊന്നും അറിയില്ല. സമയം കിട്ടി ഇന്ന് തന്നെ അലക്കിയിടണം. അല്ലെങ്കിൽ നാളെയായിട്ട് വന്നിട്ട് ആദ്യം അലക്കണം. ഇന്നാണെങ്കിൽ ഈ പണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇനി സമയമൊന്നും ഉണ്ടാവും തോന്നുന്നില്ല. ഇപ്പം തന്നെ ഒരുപാട് ലേറ്റായി. രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുവിധം സമയമൊക്കെ കിട്ടുമായിരുന്നു. ഇതിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വന്നതുകൊണ്ടാണ്. ഞാൻ റൂമൊക്കെ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും സൗമ്യയാണെങ്കിൽ അടുക്കളയിൽ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് തന്നെ രണ്ടാളും ചെയ്തുകൊണ്ടിരുന്നാൽ പിന്നെ അങ്ങനെ പണിയൊന്നും നടക്കില്ല. അതുകൊണ്ട് ഒരാൾ അവിടെ ചെയ്യുക ഒരാൾ ഇവിടെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പാത്രമൊക്കെ എടുത്തിട്ട് താഴെ വെച്ചിട്ട് മുകളിലൊക്കെ ഒന്ന് അടിച്ച് കഴുകി പാത്രമൊക്കെ തേച്ച് കഴുകിക്കൊണ്ടിരിക്കുകയാണ് അവൾ. കുറേ പാത്രമൊക്കെ ഞാൻ ഷെൽഫിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, നല്ല പാത്രമെല്ലാം. അതെല്ലാം ഇനി എടുക്കണം അത്രയാണ്. അതൊന്നും ഇപ്പം എടുക്കുന്നില്ല. അങ്ങനെ ഇപ്പം നമുക്ക് പറ്റുന്നത്ര ചെയ്തിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ടിരിക്കുവാണ്. പിന്നെയാണെങ്കിൽ നമ്മൾ വരുമ്പോഴത്തേക്ക് ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു കേട്ടോ. ഇവിടെ ഹസ്ബൻഡ് ഇന്നലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിലെത്തിയിട്ടാകുമ്പോൾ കുളിച്ച് ഫ്രഷായി ഭക്ഷണവും കഴിച്ചിട്ട് ഹസ്ബൻഡ് ഇങ്ങോട്ടാട്ടോ വന്നത്. പെട്ടെന്ന് ഇവിടെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു. ഇവിടെ എർത്ത് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു.
അങ്ങനെ പിന്നെ ഇപ്പോൾ ഞാൻ വന്ന ശേഷമാണ് കറണ്ടുകാർ വന്ന് ശരിയാക്കിയിട്ട് പോയത്. അത് ഭാഗ്യം, അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് വീട് മൊത്തമായിട്ട് കാണിച്ചില്ല, അന്നേരം ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു. അതിന് ശേഷമാണ് കറണ്ടുകാർ വന്നിട്ട് ശരിയാക്കിയിട്ട് പോയത് കേട്ടോ. എന്തോ ഇറത്ത് പോയതാണെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ശരിയായിട്ടുണ്ട്, ഇപ്പോൾ കറണ്ടൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന റൂമൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. പിന്നെ വെള്ളം ഒഴിച്ച് കഴുകുകയൊക്കെ എടുത്തു. അതിൻ്റെ എല്ലാ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. അപ്പോൾ എൻ്റെ ഫോണിൽ ചാർജ് തീർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചാർജ് കുത്തിയിട്ടിട്ട് പിന്നെ ഞാൻ അവിടെയൊക്കെ വൃത്തിയാക്കി. ഇപ്പോൾ നമ്മൾ അടുത്ത റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ ബെഡ്റൂമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ സാധനങ്ങളൊന്നും ഇവിടെ അധികം ഇല്ല കേട്ടോ. നമ്മൾ നിൽക്കാത്തത് കൊണ്ട് അങ്ങനെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം സാധനം വലിച്ച് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ക്ലീൻ ചെയ്യുമ്പോൾ എനിക്ക് എത്ര മടുപ്പുണ്ടെങ്കിൽ ഞാൻ മൊത്തമായിട്ട് ക്ലീൻ ചെയ്യും കേട്ടോ. മൊത്തം പൊടിയൊക്കെ തട്ടി, ഫാനിൻ്റെ ആണെങ്കിലും മുകളിലത്തെ തട്ടാണെങ്കിലും എല്ലാം ഞാൻ വൃത്തിയാക്കിയിട്ടിടും. എനിക്ക് എന്നാലൊരു മനസ്സമാധാനം കിട്ടും. കാരണം നമ്മൾ മുകളിലൊക്കെ അടിയിൽ വെള്ളം ഒഴിച്ച് കഴുകുന്ന സമയത്ത് മുകളിലൊക്കെ ആദ്യം നല്ല വൃത്തിയാക്കിയിട്ട് അടിയിൽ വെള്ളം ഒഴിച്ചിട്ട് കഴുകിയിട്ട് കാര്യമുള്ളൂ. ഞാൻ ഇപ്പോൾ വന്ന ശേഷം ഒരു പ്രാവശ്യം ഈ വെള്ളം ഒഴിച്ചിട്ടൊക്കെ കഴുകും. പിന്നെ അധികം വെള്ളമൊന്നും ഒഴിച്ചിട്ട് എപ്പോഴും കഴുകാറൊന്നുമില്ല. പിന്നെ എപ്പോഴും നമ്മളെ മോപ്പ് വെച്ചിട്ട് തുടച്ചെടുക്കലാണ്. ഇവിടെ ഞാൻ ക്ലീൻ ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും അവൾ അടുക്കളയിലെ പാത്രമൊക്കെ കഴുകി അവിടെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ താഴെ മാത്രം കഴുകാനേ ഉള്ളൂ. അപ്പോൾ ഇവിടെയും കൂടി കഴുകിയിട്ട് ഈ വെള്ളമൊക്കെ വലിച്ചിട്ട് നമ്മൾ കിച്ചണിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അടിയിൽ കഴുകിയിട്ട് കാര്യമില്ല. അങ്ങനെ അവളും കൂടിയിട്ട് അങ്ങനെ രണ്ടുപേരും കൂടിയിട്ടാണ് ഈ റൂമൊന്ന് ക്ലീൻ ചെയ്തത്. അപ്പോൾ രണ്ടുപേരും കൂടിയിട്ട് അങ്ങോട്ട് ഇവിടുത്തെ വെള്ളമാണെങ്കിൽ കുറച്ച് നമുക്ക് ബാത്റൂമിലേക്ക് അങ്ങ് ആക്കാം. ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്, അപ്പോൾ അതിലേക്ക് ആക്കി കൊടുക്കാം. പിന്നെ കുറച്ചൊക്കെ നമ്മൾ ഹാളിലോട്ട് ആക്കിയിട്ട് കിച്ചണിലേക്ക് അങ്ങ് കൊണ്ടുപോകണം. അങ്ങനെ നമ്മൾ ആ പരിപാടിയിലാട്ടോ. മുകളിലത്തെ പൊടിയൊക്കെ ഞാൻ എല്ലാം തട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ അടിയിലൊക്കെ വെള്ളം ഒഴിച്ചിട്ട് കഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ ഇപ്പോൾ. അങ്ങനെ നമ്മൾ ആ റൂമും കഴുകിയിട്ട് നമ്മൾ ഹാളിലോട്ട് ഇട്ടിട്ടുണ്ട്. നമ്മൾ ആദ്യം അടിച്ചെടുക്കണമായിരുന്നു. കുറേ അധികം പൊടിയുണ്ട് കേട്ടോ. വലിയ വലിയ പേപ്പർ അങ്ങനത്തെ ഒക്കെ സാധനങ്ങളുണ്ട്. പിന്നെ നേരെ പടിഞ്ഞാറ്റൊക്കെ കേട്ടോ പോയത്. പടിഞ്ഞാറ്റും അതിൻ്റെ ഡോറൊക്കെ ഒന്ന് തുടച്ചെടുത്ത് പിന്നെ അവിടെയൊക്കെ നല്ല വൃത്തിക്കൊന്ന് കഴുകി. നമുക്ക് വിളക്കും പാത്രമൊക്കെ കിണ്ണമൊക്കെ തുടക്കാനുണ്ട്. അപ്പോൾ അതൊന്നും ഇന്ന് എനിക്ക് നടക്കില്ല എന്തായാലും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ അവിടെ തട്ടൊക്കെ ഒന്ന് തുടച്ച് കഴുകി. അതുപോലെ തന്നെ താഴെയും വെള്ളമൊഴിച്ച് നല്ല വൃത്തിക്കൊന്ന് കഴുകി കേട്ടോ. എന്നിട്ട് നേരെ ഹാളിലേക്ക് ആക്കിയിട്ട് അവിടെ നിന്ന് അങ്ങ് വലിച്ച് കിച്ചണിലോട്ട് കൊണ്ടുപോയിട്ട് അങ്ങ് നമ്മുടെ വർക്ക് ഏരിയയിലോട്ട് ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. വർക്ക് ഏരിയ ഒത്തിരി ക്ലീൻ ചെയ്യാനുണ്ട്. ആ പരിപാടി ഒന്നും നടക്കുകയില്ല കേട്ടോ. അത്രയ്ക്കും അവിടെ ഉണ്ട് വണ്ണാമ്പലമൊക്കെ. അപ്പോൾ അത്രയും ഇപ്പം തന്നെ നമുക്ക് ക്ഷീണിച്ചിട്ട് ഒരുവിധമായി. പിന്നെ ഇവൾക്ക് പോകാൻ സമയം, ഇവൾ 5 മണിയാകുമ്പോൾ പോവുകയും ചെയ്യും. അപ്പം നമുക്ക് സമയമില്ല. അങ്ങനെ ഇതൊക്കെ അങ്ങോട്ട് ആക്കിയിട്ട് അവൾ പോകാൻ വേണ്ടിയിട്ട് അവൾക്ക് കുളിക്കാൻ പോകണം പുഴക്ക് എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നിൽക്ക്, ഇത് കഴിഞ്ഞിട്ട് പോവാം, എന്തായാലും കിച്ചൺ വരെ ആക്കിയിട്ട് പോവാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒറ്റയ്ക്കാകുമ്പോൾ എനിക്കൊരു രസമില്ല കേട്ടോ. ഒരാളുള്ളതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാമല്ലോ. അങ്ങനെ നമ്മളിത് കിച്ചണിലേക്ക് ആക്കിയിട്ട് ഇതാ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എൻ്റെ കർട്ടനൊക്കെ ഇവിടെ എത്തിയതേ ഉള്ളൂ. ഞാനൊന്നും സർപ്പിലൊന്നും ഇട്ടില്ല കേട്ടോ. തിരക്കായതുകൊണ്ട് പിന്നെ അതൊന്നൊക്കെ ഇടാൻ മറന്നു. അങ്ങനെ ഇതാ വലിച്ച് നമ്മളിതാ എല്ലാം വർക്ക് ഏരിയയ്ക്ക് ആക്കി കേട്ടോ. വർക്ക് ഏരിയയുടെ താക്കോലാണെങ്കിൽ അവളയിലായിരുന്നു. പക്ഷെ അത് കൊണ്ടുവരാൻ അവൾക്ക് മറന്നുപോയി. നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അത് തുറക്കാൻ പറ്റില്ല ഇപ്പോൾ. ഇനിയിപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു ദിവസം അതിന് വേറെ തന്നെ വൃത്തിയാക്കേണ്ടി വരും. ഇന്ന് അതിന് സമയമില്ല കേട്ടോ. കാരണം വണ്ണാമ്പല ഒത്തിരി ഉണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ തുടക്കാൻ പറ്റില്ല. വണ്ണാമ്പല എടുക്കാൻ എൻ്റെ കൈ കൊണ്ട് പറ്റില്ല. എൻ്റെ കൈയാണെങ്കിൽ പൊള്ളിയിട്ടൊക്കെ വന്നു. ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടം വരെ എങ്ങനെയൊക്കെ ഒപ്പിച്ചിട്ട് അവൾ പോയി കേട്ടോ. പിന്നെ എനിക്ക് വയ്യ, ഞാൻ അവിടെ വിട്ടിട്ട് പോകാനാണ് വിചാരിച്ചത്. പിന്നെ ഹസ്ബൻഡ് വന്നിട്ട് കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത ക്ലീനിങ് ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.